Hello and welcome. This is Robin and you're watching Learn English with Robin. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ പാർട്ട് സിയിലേക്ക് പോവുകയാണ്. സ്മാർട്ട് ഫോൺസ് എ ബൂൺ ഓർ എ കേഴ്സ്. സ്മാർട്ട് ഫോൺ ഒരു അനുഗ്രഹമാണോ അതോ ശാപമാണോ? സ്മാർട്ട് ഫോണിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് നമ്പർ 3ൻ്റെ പാർട്ട് സി ആണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ടോപ്പിക്ക് നമ്മൾ തുടങ്ങിയത് പാർട്ട് എ തൊട്ടാണ്. പാർട്ട് എയും ബിയും ഓൾറെഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ കണ്ടു നോക്കുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര് വരുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക്. Here you will get a chance to listen to someone speaking in English and you can listen to the translations also. ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യാം, അതിൻ്റെ ട്രാൻസ്ലേഷൻ പറയാം. Whatever I am speaking in English, I will give the മലയാളം ട്രാൻസ്ലേഷൻ ഓൾസോ. മലയാളം ട്രാൻസ്ലേഷൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം. ഇതിന് കുറേ യൂസേജസ് ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾ സ്ക്രീനിൽ ചെക്ക് ചെയ്ത് നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും മൗസ് വെച്ച്. നിങ്ങൾ ആ സ്ക്രീനിലേക്കും കൂടെ ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്ന ക്ലാസ് ശ്രദ്ധിക്കുക. കാരണം ഒരു വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്നതിന് പകരമാണ് ഈ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നത്. ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതേപോലെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ കുറേ യൂസേജസ് കണ്ടില്ലേ? എഗെയിൻ ആൻഡ് എഗെയിൻ, കൺവീനിയൻറ്റ്, ക്വൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസേജസ് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മലയാളം മീനിങ് പറയുമ്പോൾ എഴുതിയെടുക്കുക, പ്ലസ് സെൻറ്റൻസ് യൂസേജും പഠിക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇന്ന് പഠിച്ച യൂസേജസ് നിങ്ങൾക്ക് കമൻറ്റ്സ് മെൻഷൻ ചെയ്യാം, ഫീഡ്ബാക്ക് മെൻഷൻ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതൊരു ലേണിംഗ് ഗ്രൂപ്പായിട്ട് കാണുക. വാട്ട് എവർ ഡൗട്ട്സ് യു ഹാവ് യു ക്യാൻ ആസ്ക്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്മാർട്ട് ഫോണിൻ്റെ ഓൾറെഡി കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് വൺ വാസ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് അഡ്വാൻറ്റേജ് വി ടോക്ട് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ, മേക്കിംഗ് കോൾസ് എക്സെട്ര. പിന്നെ ഒരു ലാൻഡ് ഫോണുമായിട്ട് തന്നെ കമ്പയർ ചെയ്തു. അതിൻ്റെ അടുത്തൊരു ഗുണമാണ് പറയുന്നത് സ്മാർട്ട് ഫോണിൻ്റെ സെൻഡിങ് മെസ്സേജസ്. സെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? അയക്കുക. ഹിയർ വി ക്യാൻ ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ്. When you call someone on a phone and if he is busy, what will you do? When you call someone on a phone and if he is busy, what will you do? നിങ്ങൾ ഒരാളെ വിളിക്കുമ്പോൾ, ഫോണിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ അയാൾ ബിസി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? What will you do? Will you keep calling him again and again? നിങ്ങൾ അയാളെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുമോ? ശ്രദ്ധിക്കുക, ഇതൊരു യൂസേജ് ചെയ്യാൻ ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. കീപ് പ്ലസ് ING ഫോം. ഓക്കെ, കീപ് കോളിംഗ്, ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. കീപ് പ്ലസ് ING ഫോം, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, വിൽ യു കീപ് കോളിംഗ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ? പിന്നെയും പിന്നെയും എന്ന അർത്ഥമാണ് വരുന്നത്. വിൽ യു കീപ് കോളിംഗ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ? പിന്നെയും അയാളെ വിളിച്ചുകൊണ്ടേയിരിക്കുമോ? നോ, യു കാൺട്ട് ഡു ദാറ്റ്. നോ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. യു കാൺ ഡു ദാറ്റ്. അതൊരു മാനേഴ്സ് അല്ല, അല്ലേ? ഒരാൾ ബിസിയാണ് പിന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഹിയർ യു ക്യാൻ സെൻഡ് എ മെസ്സേജ് ടു ഹിം ഓർ ഹെർ. ഇവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം, അവനോ അവൾക്കോ അയക്കാം. വെൻ ഹി ഈസ് ഫ്രീ, അവൻ ഫ്രീ ആകുമ്പോൾ ഹി വിൽ സെൻഡ് യു എ മെസ്സേജ് ബാക്ക്. ഓക്കെ, അയാൾ തിരിച്ച് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും. ഇറ്റ് ഈസ് സോ കൺവീനിയൻറ്റ്, ഈസിൻറ്റ് ഇറ്റ്? സി, ഇറ്റ് ഈസ് സോ കൺവീനിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൺവീനിയൻറ്റ് എന്ന വാക്കിന് അർത്ഥമാണ് സൗകര്യപ്രദം. കൺവീനിയൻറ്റ് സൗകര്യപ്രദം, കൺവീനിയൻസ് സൗകര്യം, ഇൻകൺവീനിയൻസ് അസൗകര്യം. ഇത് ഞാൻ നോട്ട് ഡൗൺ കൂടി ചെയ്തിട്ടില്ല. യൂസേജസ് ആൻഡ് വൊക്കാബുലറി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൺവീനിയൻറ്റ് സൗകര്യപ്രദം. ഇറ്റ് ഈസ് സോ കൺവീനിയൻറ്റ്, അത് വളരെ സൗകര്യപ്രദമാണ്. സോ കൺവീനിയൻറ്റ് അല്ലെ വെരി കൺവീനിയൻറ്റ്, ഇതൊക്കെ മീൻസ് വളരെ എന്ന അർത്ഥമാണ് വരുന്നത്. ഇറ്റ് ഈസ് സോ കൺവീനിയൻറ്റ്, അത് വളരെ സൗകര്യപ്രദമാണ് അല്ലേ? ഈസിൻറ്റ് ഇറ്റ്? അങ്ങനെയല്ലേ? ഈസിൻറ്റ് ഇറ്റ്? ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ എന്താ? അങ്ങനെയാണോ? ഈസിൻറ്റ് ഇറ്റ്? അങ്ങനെയല്ലേ? ക്യാൻ യു സെൻഡ് എ മെസ്സേജ് ഓൺ എ ലാൻഡ് ഫോൺ? നിങ്ങൾക്കൊരു ലാൻഡ് ഫോണിൽ മെസ്സേജ് അയക്കാൻ പറ്റുമോ? നമ്മളിവിടെ ചെയ്യുന്നത് വി ആർ ഡൂയിങ് എ കമ്പാരിസൺ ഓഫ് ലാൻഡ് ഫോൺ ആൻഡ് എ സ്മാർട്ട് ഫോൺ. അതാണ് ചെയ്യുന്നത്, കമ്പാരിസൺ ആണ് ചെയ്യുന്നത്, ഒരു താരതമ്യമാണ് ചെയ്യുന്നത് ലാൻഡ് ഫോണുമായിട്ട്. സോ ക്യാൻ യു സെൻഡ് എ മെസ്സേജ് ഓൺ എ ലാൻഡ് ഫോൺ? ലാൻഡ് ഫോണിൽ മെസ്സേജ് അയക്കാൻ പറ്റുമോ? നോർമലി എൻ്റെ അറിവിൽ ഞാൻ കണ്ട ലാൻഡ് ഫോൺസിൽ മെസ്സേജ് അയക്കാൻ പറ്റില്ല. മെസ്സേജ് അയക്കാൻ പറ്റുന്ന ലാൻഡ് ഫോൺസ് ഉണ്ടോ എന്ന് ഐ എം നോട്ട് ഷുവർ. ബട്ട് in my knowledge, as per my knowledge, I haven't seen a land phone where I can send a message. Can you send a message on a land phone? Land phone message അയക്കാൻ പറ്റുമോ? Here it is quite clear. വളരെ വ്യക്തമാണ്. QUIET അല്ല, നിശബ്ദം എന്നുള്ള ക്വൈറ്റ് അല്ല ഇത്. QUITE means very, വളരെ. It is quite clear, വളരെ വ്യക്തമാണ് that smartphones have a clear advantage over land phones. Here it is quite clear that smartphones have a clear advantage over land phones. സ്മാർട്ട് ഫോൺസിന് ലാൻഡ് ഫോണിന് മേളിൽ നല്ലൊരു ഗുണമുണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇനിയും പഠിക്കാൻ പോകുന്നത് ഈ യൂസേജസ് ആൻഡ് വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു സീരിയസ് ലേണറാണ്, നിങ്ങളുടെ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. ഇതൊരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഞാൻ പഠിപ്പിക്കുന്ന അതേ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ ക്ലാസ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പഠിപ്പിക്കുന്ന അതേ ക്ലാസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ആക്റ്റീവായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക.
യൂസേജസ് ആൻഡ് വൊക്കാബുലറി നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് മുന്നോട്ട് പോവുക. എഗെയിൻ ആൻഡ് എഗെയിൻ, പിന്നെയും പിന്നെയും. എഗെയിൻ ആൻഡ് എഗെയിൻ, പിന്നെയും പിന്നെയും. ഓക്കെ, പിന്നെയും പിന്നെയും എന്ന് പറയുന്നത്. ഇപ്പോൾ വിൽ യു കീപ് കോളിംഗ് ഹിം എഗെയിൻ ആൻഡ് എഗെയിൻ, ഇതാണ് അതിൻ്റെ സെൻറ്റൻസ്. സെൻറ്റൻസും കൂടെ പഠിക്കുക, അതാണ് ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ഓഫ് ലേണിംഗ് എ വേർഡ് ഓർ എ യൂസേജ്. നമ്മളിത് കാണാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. Again and again, പിന്നെയും പിന്നെയും. You can write this sentence also. Got it? You have to write this sentence also when you learn a usage or a word. Will you keep calling him again and again? നിങ്ങൾ അയാളെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുമോ? ഓക്കെ, അടുത്തൊരു വാക്ക് വന്നിട്ടുണ്ട്, കൺവീനിയൻറ്റ്, സൗകര്യപ്രദം. ഇറ്റ് ഈസ് സോ കൺവീനിയൻറ്റ്. ഇറ്റ് ഈസ് സോ കൺവീനിയൻറ്റ് ടു സെൻഡ് എ മെസ്സേജ് ഓൺ എ സ്മാർട്ട് ഫോൺ. ഓക്കെ, സൗകര്യപ്രദം. ക്വൈറ്റ് ക്ലിയർ. ഇറ്റ് ഈസ് ക്വൈറ്റ് ക്ലിയർ. വളരെ വ്യക്തമാണ്. നമുക്ക് ഒന്ന് രണ്ട് യൂസേജ് ഇവിടെ എഴുതിയിട്ടില്ല. ഈ കീപ് പ്ലസ് ING ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് കീപ് പ്ലസ് ING ഫോം ഓഫ് വേർബ്. ഓക്കെ, എന്താണ് ഈ ING ഫോം ഓഫ് വേർബ് എന്ന് പറഞ്ഞാൽ? പ്ലേയിങ്, ക്രൈയിങ്, സിംഗിങ്, ING ഫോമാണ്. അപ്പോൾ കീപ് പ്ലസ് ING ഫോം ഓഫ് വേർബ് വെച്ച് ഒരു സെൻറ്റൻസ് എന്തിനാണ് തുടങ്ങുന്നത്? അല്ല, എന്തിനാ അങ്ങനെ ഒരു യൂസേജ് പറയുന്നത്? കീപ്, ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് എന്തായിരുന്നു സെൻറ്റൻസ് വന്ന് ശ്രദ്ധിക്കുക. വിൽ യു കീപ് കോളിംഗ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ, തുടരുക എന്നർത്ഥമാണ്. പിന്നെയും വിളിച്ചുകൊണ്ടേ ഇരിക്കുമോ? ഓക്കെ, കീപ് ഡൂയിങ്, ചെയ്തുകൊണ്ടിരിക്കുക. കീപ് റൈറ്റിംഗ്, എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, കീപ് റീഡിങ് ദാറ്റ് ബുക്ക്, അത് വായിക്കുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുക, വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയാനാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കീപ് പ്ലസ് ING ഫോം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ഓൾറെഡി ഇവിടെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് സെൻറ്റൻസും കൂടെ നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ഓഫ് ലേണിംഗ് എ യൂസേജ് ഓർ എ വേർഡ് ഇൻ ഇംഗ്ലീഷ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ കീപ് പ്ലസ് ING ഫോം. കൺവീനിയൻറ്റ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം, ക്യാൻ യു സെൻഡ് എ മെസ്സേജ് ഓൺ എ ലാൻഡ് ഫോൺ. നിങ്ങൾക്ക് ലാൻഡ് ഫോണിൽ മെസ്സേജ് അയക്കാൻ പറ്റുമോ? അപ്പോൾ അതൊരു യൂസേജ് ആണ്. അതും കൂടി ഞാൻ ആഡ് ചെയ്യാം. ക്യാൻ യു. ഓക്കെ, ക്യാൻ യു പ്ലസ് V1 ഫോം ഓഫ് വേർബ്. എന്താണ് V1 ഫോം എന്ന് പറഞ്ഞാൽ? ഓക്കെ, പോവുക, ഗോ. പോയി, വെൻറ്റ്, പോയിട്ടുണ്ട്, ഗോൺ. V1, V2, V3 ഞാൻ പറഞ്ഞു. അവിടെ ഗോ എന്നുള്ളതാണ്, പോവുക. ഓക്കെ, ദാറ്റ് ഇസ് V1 ഫോം ഓഫ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ്, അല്ലെ ബേസ് ഫോം, സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ്. ഇരിക്കുക, സിറ്റ്. നടക്കുക, വാക്ക്. വെക്കുക, കീപ്പ്. അറിയിക്കുക, ഇൻഫോം. ഇതൊക്കെ V1 ഫോമാണ്. ക്യാൻ യു പ്ലസ് V1 ഫോം വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്, ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, കഴിവുണ്ടോ, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനാണ്. ഓക്കെ, ക്യാൻ യു സെൻഡ് എ മെസ്സേജ് ഓൺ എ ലാൻഡ് ഫോൺ. നിങ്ങൾക്കൊരു ലാൻഡ് ഫോണിൽ മെസ്സേജ് അയക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ സെൻറ്റൻസ്. അതും കൂടെ നോട്ട് ഡൗൺ ചെയ്യാം. ക്യാൻ യു സെൻഡ് എ മെസ്സേജ് ഓൺ എ ലാൻഡ് ഫോൺ എന്ന് എഴുതിയതിന് ശേഷം ക്യാൻ യു പ്ലസ് V1 ഫോം ഓഫ് വേർബ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അത് വെച്ചൊരു ചോദ്യം തുടങ്ങുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഗോട്ട് ഇറ്റ്? ക്യാൻ യു വെയിറ്റ് ഫോർ മീ ഫോർ സം ടൈം. എനിക്ക് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഹെൽപ്പ് ഹിം. അവനെ നിനക്ക് സഹായിക്കാൻ പറ്റുമോ? ക്യാൻ യു ഡു ദാറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി നിനക്കത് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ എൻ്റെ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമാണ് നോട്ട് ഡൗൺ ചെയ്യാം. സോ വി ലേൺ ദീസ് യൂസേജസ്. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ജസ്റ്റ് നിങ്ങളെ ഓർപ്പിക്കാനുണ്ട്. യൂട്യൂബിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10 പ്ലേലിസ്റ്റോളം ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ എല്ലാം ഉണ്ട്. ബേസിക് കൊണ്ട് പഠിക്കേണ്ടവർക്കെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കുകളും ഉണ്ട്. കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക് കൊണ്ട് പഠിക്കേണ്ടവർ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്സ് അവൈലബിൾ ആണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ എടുക്കുന്ന ലെവൽ 1 തൊട്ട് ലെവൽ 6 വരെയുള്ള കോഴ്സ്, കംപ്ലീറ്റ് കോഴ്സ് പഠിപ്പിക്കുന്നതിൻ്റെ കണ്ടന്റ് അടങ്ങിയ മെറ്റീരിയൽസ് അടങ്ങിയ വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ബുക്ക്, ഒറിജിനൽ ബുക്കല്ല, ഈ ഒറിജിനൽ ബുക്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ബുക്ക് PDF ഫോർമാറ്റ് അവൈലബിൾ ആണ്. 200 rupees വാട്സാപ്പ് അല്ലെങ്കിൽ ഇമെയിലാണ് അയക്കുക. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സാമ്പിൾ പേജസ് ഒക്കെ അയച്ചു തരാം. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഓക്കെ, ഡിജിറ്റൽ കോഴ്സ് ഉണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കണമെങ്കിൽ എഴുതിയെടുത്ത് അത് പഠിക്കുകയും ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരണമെങ്കിൽ വാട്സാപ്പ് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള കേട്ട് പഠിക്കുന്ന ഓഡിയോ ക്ലാസ്, സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. സ്വന്തമായിട്ട് പഠിക്കേണ്ടതാണ്. ബേസിക്സ് ഇൻ ഇംഗ്ലീഷ്, ബേസിക് വേർഡ്സ്, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ, സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അതിൻ്റെ 10 എക്സാംസ് ഉണ്ട്, ആൻസർ കീ ഉണ്ട്. ഈ 500 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് 200 രൂപയുടെ ബുക്ക് ഫ്രീ ആയിട്ടുണ്ട്. ടോട്ടൽ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് അടക്കമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബുക്ക് അടക്കമാണ്. PDF 500 rupees ആണ് വരുന്നത്. ആവശ്യമുള്ളവർ അതിൻ്റെ മോഡൽസൊക്കെ കാണണമെന്നൊക്കെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഈ ഡിജിറ്റൽ കോഴ്സ് തന്നെ പേഴ്സണൽ ട്രെയിനറിൻ്റെ വോയിസ് ചാറ്റ് സപ്പോർട്ടുള്ള പ്രോഗ്രാം അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ അറിയാൻ സാധിക്കും. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക്. സ്മാർട്ട് ഫോൺ ആസ് എ മീൻസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഒരു
എൻ്റർടൈൻമെൻറ്റ് ഒരു മീൻസ് ആയിട്ട് ആണ് അടുത്ത നമുക്ക് സംസാരിക്കാനുള്ളതിനകത്ത്. നൗ-എ-ഡേയ്സ് സ്മാർട്ട് ഫോൺസ് ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഫോർ മോസ്റ്റ് പീപ്പിൾ. നൗ-എ-ഡേയ്സ് ഞാൻ ഇവിടെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് ഒരു ബോർഡിൽ നോക്കി പഠിക്കുന്ന പോലെ ഈ സ്ക്രീനിൽ നോക്കി ശ്രദ്ധിക്കുക. Nowadays, smartphones are the primary source of entertainment for most people. ഇക്കാലത്ത് സ്മാർട്ട് ഫോൺസ് ആണ് എൻ്റർടൈൻമെൻറ്റ് പ്രൈമറി സോഴ്സ്. പ്രൈമറി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ ബ്ലൂ കളർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത്, തുടക്കത്തിലുള്ളത് അല്ലെങ്കിൽ ആദ്യത്തെ എന്ന അർത്ഥമാണ് വരുന്നത്. പ്രൈമറി സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഫോർ മോസ്റ്റ് പീപ്പിൾ. എല്ലാവർക്കും എന്ന് പറഞ്ഞില്ല, മിക്ക ആൾക്കാർക്ക്. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്ക എന്ന അർത്ഥമാണ് വരുന്നത്. മിക്ക ആൾക്കാർക്ക്, മോസ്റ്റ് പീപ്പിൾ. ഗോട്ട് ഇറ്റ്? പീപ്പിൾ വാച്ച് മൂവീസ്. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ഞാൻ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ വാച്ച് മൂവീസ്, സീരീസ്, വ്ളോഗ്സ് ആൻഡ് മെനി അതർ കണ്ടൻറ്റ്സ് ഓൺ ദ സ്മാർട്ട് ഫോൺസ്. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ, പ്ലീസ് ലിസൺ. പീപ്പിൾ വാച്ച് മൂവീസ്, സീരീസ്, വ്ളോഗ്സ് ആൻഡ് മെനി അതർ കണ്ടൻറ്റ്സ് ഓൺ ദ സ്മാർട്ട് ഫോൺസ്. ആൾക്കാർ സിനിമകളും സീരീസും വ്ളോഗ്സും പല കണ്ടൻസും മറ്റു പല കണ്ടൻസും മെനി അതർ കണ്ടൻറ്റ്സ് ഓൺ ദ സ്മാർട്ട് ഫോൺസ്. ഗോട്ട് ഇറ്റ്? അത് വളരെ ക്ലിയർ ആണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. There are many movie streaming services which provide us with the latest movies and series. There are, നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങാൻ ഏറ്റവും നല്ലൊരു സെൻറ്റൻസ് സ്റ്റാർട്ടറാണിത്. എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറയാനാണ്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ there are ഉപയോഗിക്കാം. ഒരെണ്ണമാണെങ്കിൽ there is a chair in the classroom. ഒരു ചെയർ ഉണ്ട്. There are many chairs. So if it is more than one, you can use are. So there are many movie streaming services. മൂവീസ് സ്ട്രീം ചെയ്യുന്ന ഒരുപാട് സർവീസസ് ഉണ്ട്. ഇവിടെ സർവീസസ് എന്ന് വന്നുകൊണ്ടാണ് നമ്മൾ there are ആണെന്ന് ഇട്ടത്. ഒരു സർവീസ് എന്നും സർവീസസ് എന്നതിന് പകരം സർവീസ് എന്നായിരുന്നെങ്കിലോ you can use there is. So there are many movie streaming services which provide us with the latest movies and series. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മൂവീസും സീരീസും തരുന്ന ഒരുപാട് മൂവി സ്ട്രീമിംഗ് സർവീസസ് ഉണ്ട്. The choices are numerous that we get confused very often on which movie or series to watch. Got it? അതൊക്കെ അറിയാമല്ലോ. ഇപ്പോഴത്തെ കാലത്ത് മീഡിയ നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. The choices are numerous. ന്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടനവധി, ഒരുപാട്. എ ലോട്ട് ഓഫ്. ന്യൂമറസ് എന്ന വാക്ക് നമുക്ക് എ ലോട്ട് ഓഫ് ചോയ്സസ് എന്ന് പറഞ്ഞില്ലേ? എ ലോട്ട് ഓഫ് ഒരുപാട്. അതിന് പകരം ഉപയോഗിക്കാത്ത സിനോണിം ആണ് ന്യൂമറസ്. മൾട്ടിപ്പിൾ, ഒരുപാട്. എ ലോട്ട് ഓഫ്, മെനി എന്ന അർത്ഥമാണ് വരുന്നത്. ദ ചോയ്സസ് ആർ ന്യൂമറസ്. ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ഷൻ. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ടെന്ന് പറയില്ല നമ്മൾ. ഓക്കെ. ദാറ്റ് വി ഗെറ്റ് കൺഫ്യൂസ്ഡ് വെരി ഓഫൺ. ദ ചോയ്സസ് ആർ ന്യൂമറസ് ദാറ്റ് വി ഗെറ്റ് കൺഫ്യൂസ്ഡ് വെരി ഓഫൺ ഓൺ വിച്ച് മൂവി ഓർ സീരീസ് ടു വാച്ച്. ഒരുപാട് ചോയ്സ് ഉണ്ട് സിനിമയെ കാണാൻ നമുക്ക്, അല്ലേ? ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് ന്യൂമറസ് ചോയ്സ് ഉണ്ട്. ദാറ്റ് വി ഗെറ്റ് കൺഫ്യൂസ്ഡ് വെരി ഓഫൺ. വെരി ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താ? മിക്കപ്പോഴും. ഓഫൺ, മിക്കപ്പോഴും എന്ന അർത്ഥമാണ്. ദാറ്റ് വി ഗെറ്റ് കൺഫ്യൂസ്ഡ് വെരി ഓഫൺ. എന്തുകൊണ്ട് നമ്മൾ കൺഫ്യൂസ് ആവാൻ കാരണം? ബിക്കോസ് ദർ ആർ ന്യൂമറസ് ചോയ്സസ്. ഗോട്ട് ഇറ്റ്? ഒരുപാട് ചോയ്സ് നമുക്കുള്ളതാണ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് മിക്കപ്പോഴും, വെരി ഓഫൺ, ഓൺ വിച്ച് മൂവി ഓർ സീരീസ് ടു വാച്ച്. എന്തിനാണ് കൺഫ്യൂസ്ഡ് ആവുന്നത്? വി ഗെറ്റ് കൺഫ്യൂസ്ഡ് വെരി ഓഫൺ ഓൺ വിച്ച് മൂവി ഓർ സീരീസ് ടു വാച്ച്. ഏത് സിനിമ കാണണമെന്ന്. ഗോട്ട് ഇറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കുക. നിങ്ങൾ ഫീഡ്ബാക്ക് തരിക. വാട്ട് വുഡ് യു പ്രിഫർ ഇഫ് യു ഹാഡ് എ ചാൻസ് ടു ചൂസ് ബിറ്റ്വീൻ എ സ്മാർട്ട് ഫോൺ ആൻഡ് എ TV ഫോർ വാച്ചിങ് മൂവീസ്? വാട്ട് വുഡ് യു പ്രിഫർ? നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുക? അതായത് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടി, സ്മാർട്ട് ഫോണിലും TV-യിലും മൂവി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുക? വാട്ട് വുഡ് യു പ്രിഫർ? നിങ്ങൾ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുക? ഏതാണ് കൂടുതൽ തിരഞ്ഞെടുക്കുക? ഒരു ചാൻസ് കിട്ടി, സ്മാർട്ട് ഫോണിലും TV-യിലും സിനിമ കാണാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുക. ഇങ്ങനൊരു സംഭവം ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. വാട്ട് വുഡ് യു പ്രിഫർ ഇഫ് യു ഹാഡ് എ ചാൻസ്? അങ്ങനെ ചാൻസ് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഐ ആം ഷുവർ മോസ്റ്റ് പീപ്പിൾ വുഡ് ചൂസ് എ സ്മാർട്ട് ഫോൺ ഓവർ എ TV. സി, എനിക്ക് ഉറപ്പുണ്ട്. ഐ ആം ഷുവർ എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉറപ്പുണ്ടെന്ന് പറയാം? ഐ ആം ഷുവർ മോസ്റ്റ് പീപ്പിൾ വുഡ് ചൂസ് എ സ്മാർട്ട് ഫോൺ ഓവർ എ TV. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ മിക്ക ആൾക്കാരും ഒരു സ്മാർട്ട് ഫോൺ തന്നെ ചൂസ് ചെയ്തേനെ. ഇത് ഇമാജിനറി സിറ്റുവേഷനിലാണ് നമ്മൾ ഈ വുഡ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപാട് ഗ്രാമർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇവിടെയാണൊരു മിസ്സായിട്ടുണ്ടല്ലേ. ഓക്കെ, ഡു യു നോ വൈ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് സ്മാർട്ട് ഫോൺ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് അറിയാമോ നിങ്ങൾക്ക്? ഡു യു നോ വൈ? ഡു യു നോ? നിങ്ങൾക്ക് അറിയാമോ? വി ക്യാൻ വാച്ച് മൂവീസ് ഓൺ എ സ്മാർട്ട് ഫോൺ എനിവേർ ആൻഡ് എനി ടൈം.
വി ക്യാൻ വാച്ച്, നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് പറയാനാണ് വി ക്യാൻ പ്ലസ് വി വൺ ഫോം. വി ക്യാൻ പ്ലസ് വി വൺ ഫോം, നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും. വി ക്യാൻ വാച്ച്, നമുക്ക് കാണാൻ സാധിക്കും. വി ക്യാൻ വാച്ച് മൂവീസ് ഓൺ എ സ്മാർട്ട് ഫോൺ എനിവേർ, എവിടെ വെച്ചും, എനി ടൈം, എപ്പോൾ വേണമെങ്കിലും. അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക, എനിവേർ, എവിടെ വെച്ചും, എനി ടൈം, എപ്പോൾ വേണമെങ്കിലും. വി ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ ഓൺ വാട്ട് വി വാച്ച് ആൻഡ് വെൻ വി വാച്ച്. വി ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ, നമുക്ക് മുഴുവനായിട്ടുള്ള നിയന്ത്രണമുണ്ട്. ഏതിൽ? സ്മാർട്ട് ഫോണിൽ. ഓൺ വാട്ട് വി വാച്ച്, വി ഹാവ് കംപ്ലീറ്റ് കൺട്രോൾ ഓൺ വാട്ട് വി വാച്ച്, എന്താണ് കാണുന്നതെന്നും ആൻഡ് വെൻ വി വാച്ച്, ആൻഡ് വെൻ വി വാച്ച്, നമുക്ക് എപ്പോൾ കാണുമെന്നുള്ളത്. അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഇസ്ന്റ് ഇറ്റ്? സ്മാർട്ട് ഫോൺ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ്. വി ക്യാൻ have control on what we watch and when we watch. It is our choice, it is our timing. You don't have to wait for anything else. So the programs are there, you can watch anytime. In short words, ചുരുക്കി പറയുവാണെങ്കിൽ, in short words, the content and the timing is under our control. സ്മാർട്ട് ഫോണിലെ കണ്ടന്റ് എന്താണോ ആ ടൈമിംഗ് ഒക്കെ നമ്മുടെ കൺട്രോളിലാണ് അതിരിക്കുന്നത്. വാട്ട് അബൌട്ട് എ ടി വി? ഒരു ടി വിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? വാട്ട് അബൌട്ട്, അതിൻ്റെ കാര്യം എങ്ങനെയാണ്? ഓക്കെ, വാട്ട് അബൌട്ട്? You have to wait for the movie as per the program schedule and watch it. You have to wait for the movie as per the program schedule and watch it. നിങ്ങൾ മൂവിയുടെ സമയത്തിന് അനുസരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ആസ് പെർ അതിനനുസരിച്ച്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് എ ടി വി, ഇൻ ദ കേസ് ഓഫ് അതിൻ്റെ കാര്യത്തിൽ, അപ്പോൾ ഒരു ടി വിയുടെ കാര്യത്തിൽ, so in the case of a TV, you are not in control of the content or the timing. You are not in control. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കണ്ടന്റോ ടൈമിങ്ങോ ടി വിയിൽ വരുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്മാർട്ട് ഫോൺ, ആസ് വി ഡിസ്കസ്ഡ് ബിഫോർ, we can have complete control on the content and the timing. We can watch whenever we want and whatever we want. So the content and the timing, the control is ours in the case of a smartphone. But in the case of a TV, it is not like that. You have to stick to the program's schedule. ലിസണിങ് ടു മ്യൂസിക് ആണ് അടുത്തത് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഹൈലൈറ്റ് ചെയ്തൊക്കെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇതിന് ശേഷം ലിസണിങ് ടു മ്യൂസിക്കിലേക്ക് കടക്കാം. പാട്ട് കേൾക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിന് മുമ്പ് ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇത് ഒരുമിച്ച് ഞാൻ പറയാം, അതൊക്കെ നല്ലത്. മോസ്റ്റ് ഓഫ് us ലൈക്ക് ടു ലിസൺ ടു മ്യൂസിക് ഇൻ അവർ ഫ്രീ ടൈം. മിക്ക ആൾക്കാർക്കും, നമ്മളിൽ മിക്കവർക്കും, മോസ്റ്റ് ഓഫ് us എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിൽ മിക്ക ആൾക്കാർക്കും മോസ്റ്റ് ഓഫ് us ലൈക്ക് ടു ലിസൺ ടു മ്യൂസിക് ഇൻ അവർ ഫ്രീ ടൈം. ഫ്രീ ടൈം മ്യൂസിക് കേൾക്കാൻ താല്പര്യമുണ്ട്. ദർ ആർ മെനി ആപ്സ് എന്താ നമുക്കറിയാമല്ലോ, ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആപ്സ് എന്ന് എഴുതിയേക്കുന്നത്. ദർ ആർ മെനി ആപ്സ് ഓർ ദർ ആർ മെനി ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്സ് എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ദർ ആർ മെനി ആപ്സ് വിച്ച് പ്രൊവൈഡ് മ്യൂസിക് സർവീസസ് തരുന്ന ഒരുപാട് പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്സ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഓൺ വിച്ച് ആപ്പ് ടു യൂസ്. ഏത് ആപ്പ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മ്യൂസിക് ആർ അവൈലബിൾ ഓൺ മ്യൂസിക് ആപ്സ്. മ്യൂസിക് ആപ്സിൽ പലതരം, ഡിഫറെൻറ്റ് കൈൻഡ്സ് മീൻസ് പലതരം മ്യൂസിക് അവൈലബിൾ ആണ്. വി ക്യാൻ ലിസൺ ടു ദ മ്യൂസിക് ഓൺ ദ മ്യൂസിക് പ്ലെയർ ടു ഇഫ് യു ഹാവ് എനി ഡൗൺലോഡഡ് കണ്ടന്റ്. നിങ്ങൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത കണ്ടന്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ ലിസൺ ടു ദ മ്യൂസിക് ഓൺ എ മ്യൂസിക് പ്ലെയർ ടു, അതിലും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസേജസ് ആൻഡ് വൊക്കാബുലറിക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, പ്രൈമറി മീൻസ് ആദ്യത്തേത്, ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ. നൗഡേയ്സ് സ്മാർട്ട് ഫോൺസ് ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഫോർ മോസ്റ്റ് പീപ്പിൾ. നിങ്ങൾ ഈ സെൻറ്റൻസ് എഴുതിയെടുത്ത് പഠിക്കുക. പ്രൈമറി അർത്ഥം മാത്രം പഠിക്കരുത്, പ്രൈമറി സോഴ്സ്. ഓക്കെ, ആദ്യത്തെ എന്ന അർത്ഥമാണ് വരുന്നത് പ്രൈമറി. സെക്കൻഡ് വൺ, മോസ്റ്റ് ഞാൻ അത് തന്നെയായിട്ട് ഞാൻ പറയുന്നില്ല. ഐ വിൽ ഗീവ് യു ഹിയർ. സി, നൗഡേയ്സ് സ്മാർട്ട് ഫോൺസ് ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഫോർ മോസ്റ്റ് പീപ്പിൾ. മിക്ക ആൾക്കാർക്കും മിക്ക എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. ന്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാട്. എ ലോട്ട് ഓഫ് എന്ന അർത്ഥമാണ് വരുന്നത്. ദ ചോയ്സസ് ആർ ന്യൂമറസ്, ഒരുപാട് ചോയ്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സെൻറ്റൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ കണ്ട് മനസ്സിലായാലും രണ്ടാമത് കണ്ട് നോക്കുക. ആവശ്യമുള്ള അർത്ഥങ്ങളും സെൻറ്റൻസ് നോട്ട് ചെയ്യുക. ഓഫൺ മീൻസ് മിക്കപ്പോഴും. ഓക്കെ, ദ ചോയ്സസ് ആർ ന്യൂമറസ് ദാറ്റ് വി ഗെറ്റ് കൺഫ്യൂസ് വെരി ഓഫൺ ഓൺ വിച്ച് മൂവി ഓഫ് സീരീസ് ടു വാച്ച്. ഒരുപാട് ചോയ്സസ് ഉള്ളതാണ്, നമ്മൾ മിക്കപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. വെരി ഓഫൺ, വി ഗെറ്റ് കൺഫ്യൂസ്ഡ് വെരി ഓഫൺ. ആ സെൻറ്റൻസ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ആസ് പെർ, അതിനനുസരിച്ച്. ഗോട്ട് ഇറ്റ്? ആസ് പെർ. ഒരു ടി വി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ മൂവി ആസ് പെർ ദ പ്രോഗ്രാം ഷെഡ്യൂൾ ആൻഡ് വാച്ച് ഇറ്റ്. പ്രോഗ്രാമിൻ്റെ സമയക്രമം അനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആസ് പെർ, അതിനനുസരിച്ച്. ഇൻ ദ കേസ് ഓഫ്
അതിൻ്റെ കാര്യത്തിൽ എന്നാണ് അർത്ഥം വരുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് എ ടി വി യു ആർ നോട്ട് ഇൻ കൺട്രോൾ ഓഫ് ദ കണ്ടന്റ് ഓർ ദ ടൈമിംഗ്. കണ്ടന്റും ടൈമിംഗ് നിങ്ങൾ കൺട്രോളിലല്ല. ടി വിയുടെ കാര്യത്തിൽ ഇൻ ദ കേസ് ഓഫ് എ ടി വി ടി വിയുടെ കാര്യത്തിൽ മോസ്റ്റ് ഓഫ് അസ് നമ്മളിൽ മിക്കവരും മോസ്റ്റ് ഓഫ് അസ് ലൈക്ക് ടു ലിസൺ ടു മ്യൂസിക് ഇൻ അവർ ഫ്രീ ടൈം. നമ്മൾ മിക്ക ആൾക്കാർക്കും മ്യൂസിക് ഫ്രീ ടൈമിൽ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് രണ്ട് തവണ കണ്ടു നോക്കി നിങ്ങൾ എഴുതിയെടുക്കുക. സീരിയസ് ആയിട്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ നോക്കുക. നമുക്കിതിന് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കീപ് പ്ലസ് ING ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. കൺവീനിയൻറ്റ് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മെൻഷൻ ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ളത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതും പറയുക. സജഷൻസ് ആർ ഓൾവേസ് വെൽക്കം. ഇന്ന് പഠിച്ച യൂസേജസ് നിങ്ങൾ ഒന്നുകിൽ യൂസേജസ് മാത്രമായിട്ടോ അല്ല സെൻറ്റൻസ് അടക്കം എഴുതുവാണെങ്കിൽ അത് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് വളരെ ഇൻസ്പയറിംഗും ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക്സൊക്കെ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. ഉടനെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഡിജിറ്റൽ കോഴ്സ് 500 റുപ്പീസിന് അവൈലബിൾ ആണ്. ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ഇ-ബുക്ക് അടക്കമാണ് വരുന്നത്. പേഴ്സണൽ ട്രെയിനറിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ സപ്പോർട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഇ-ബുക്ക് PDF ഫോർമാറ്റ് 200 റുപ്പീസിനുണ്ട്. ഡീറ്റെയിൽസ് ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് മി എ കോൾ ഓർ വാട്സ്ആപ്പ് മീ. എന്നെ കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിൽ. We will continue with this topic. I hope you will be back for the next part and you can like, share and subscribe. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വളരെ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ make sure you click on the subscribe button and the notification button also. So see you all very soon. Have a nice time. I'll be back very soon. Bye.